അപ്പോൾ ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ സ്പെഷ്യൽ ഒന്നുമില്ല, എന്നും ഞാൻ ഉണ്ടാക്കുന്ന കറികളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാനൊരു ഫുഡ് ഉണ്ടാക്കണില്ല. സാധാരണ നമ്മളെ വീട്ടിൽ എന്താ ഉണ്ടാക്കണത് എനിക്കറിയാവുന്നത് ഞാൻ വീഡിയോയിൽ ഇടുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വാഴത്തണ്ട് ഉപ്പേരിയാണ് വെക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതണം. അൽഹംദുലില്ലാ എനിക്കും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകണം. അപ്പോൾ ഞാനിതാ ഇന്ന് വാഴത്തണ്ട് ഉപ്പേരിയാണ്. വാഴത്തണ്ട്, എണ്ണിപ്പിണ്ടി, വാഴപ്പിണ്ടി എന്നൊക്കെ പറയും ഇതിനെ. നമ്മൾ വാഴത്തണ്ട് എന്നാണ് പറയല് കേട്ടോ. അപ്പോൾ അതും കുറച്ച് പരിപ്പ് ഇട്ടിട്ട് ഉപ്പേരിയൊക്കെ നമുക്ക്. അപ്പോൾ അത് ഇതാ രാത്രി തന്നെ അരിഞ്ഞ് വെച്ചതുകൊണ്ടാണ് തോന്നുന്നത് ഇങ്ങനെ കറുത്തത്. എനിക്ക് അറിയില്ല കേട്ടോ അങ്ങനെ കളർ മാറുമെന്ന്. ഞാൻ എപ്പോഴും രാവിലെ അപ്പം അരിഞ്ഞ് അപ്പം ഉണ്ടാക്കലാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് രാവിലെ നമുക്ക് പണി എളുപ്പമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് രാത്രി അരിഞ്ഞ് വെച്ചതാണ്. ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് തോന്നുന്നത് രാവിലെ നീച്ചപ്പോൾ ഈ കളറായിട്ട്. അപ്പോൾ അതും പരിപ്പും കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. എന്നിട്ട് വറവിട് അത്രയേ ഉള്ളതിന് പണി. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല വേവിച്ച് നല്ല ഉടച്ചെടുത്തേക്കണം കേട്ടോ. വെന്ത് കഴിഞ്ഞപ്പോൾ കളറ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ വേഗണതിൻ്റെ മുമ്പ് ഒരു കളർ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു മനസ്സിനൊരു ബുദ്ധിമുട്ട് തോന്നി. വെന്ത് കഴിഞ്ഞപ്പോൾ അത് ശരിയായി. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് 2 മണി കടുക് കൊടുത്ത് അത് പൊട്ടിപ്പൊരിഞ്ഞ് വന്നതിന് ശേഷം ഒരു ഉള്ളിയും കുറച്ച് കറിവേപ്പിലിട്ട് നല്ല മൂപ്പിച്ചെടുക്കുക. അത് നല്ല മൂത്ത് വന്നതിന് ശേഷം 2-3 വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുക. അത് തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, നല്ലോണം കഴുകിയിട്ട് ചതച്ചിട്ട് കൊടുക്കുക. കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചത് അതിൽ ഇട്ട് കഴിഞ്ഞാൽ ഉപ്പേരി റെഡിയായി. ഈ അടുപ്പിൻ്റെ അവിടേക്ക് നല്ല വെളിച്ചം കുറവാണ് കേട്ടോ. അപ്പോൾ 2 ലൈറ്റ് ഇട്ടിക്കണം എന്നാലും വെളിച്ചമില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ദോശയാണ്. അപ്പോൾ രാത്രി ഞാൻ പച്ചരി വെള്ളത്തിലിട്ടിരുന്നു. രാവിലെ ഇതുപോലെ ഈ ഒരു പാകത്തിന് അരച്ചിട്ട് നമ്മൾ സാധാ അപ്പം ഉണ്ടാക്കുമല്ലോ, കലക്കിച്ചുടുന്ന ഒരു അപ്പം ഉണ്ടാക്കുമല്ലോ, നമ്മളെ മലപ്പുറക്കാരെ സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് തേങ്ങ, ഉള്ളി, ചെറിയ ജീരകം, കറിവേപ്പില, പച്ചമുളക് ഇതൊന്ന് നല്ലോണം ചതച്ചിട്ട് ഇതിൽ ചേർത്തിട്ട് ഉണ്ടാക്കുകയാണ്. എന്നാൽ പിന്നെ നമുക്ക് കറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, ചായ മാത്രം മതി. അപ്പോൾ ഇങ്ങനെയൊക്കെ കറിയും ദോശയൊക്കെ ഉണ്ടാക്കാത്തവർ ഒന്നുണ്ടാക്കി നോക്കിയിട്ടാണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കണതാണ്. അപ്പോൾ നല്ല രുചിയാണ് കേട്ടോ അതൊക്കെ കൂട്ടാനായാലും ഇങ്ങനെ ദോശ ഉണ്ടാക്കണേലും. അപ്പോൾ എൻ്റെ ചാനലൊന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താ പറയുക, ആദ്യമായിട്ട് കാണുന്നവരും എപ്പോഴും കാണുന്നവരും ഒക്കെ ഒന്ന് കമൻറ്റിലൊക്കെ ഒന്ന് ഇടണം കേട്ടോ. പിന്നെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അങ്ങനെ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചായയ്ക്ക് പോയിട്ട് ആ ചെടീൻ്റെ ഇടയിലൊക്കെ ഇരുന്നൊരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ മനസ്സിന് നല്ലൊരു സുഖമാണ്. എപ്പോഴും ഞാൻ ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ചായ കുടിക്കും. കുറച്ച് പണിയൊക്കെ ചെയ്ത് വെച്ചിട്ട് പിന്നെ എന്താ പറയുക, ഞാൻ ചായയ്ക്ക് പോയി സിറ്റൗട്ടിലോ ബാൽക്കണിയിലോ ഒക്കെ ഇരുന്ന് ചായ കുടിക്കണതാണ്. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ അടുക്കളയ്ക്ക് എത്തിയപ്പോൾ ഇച്ചിരി നേരം വൈകി. അപ്പോൾ ഇന്ന് ഓലൊക്കെ പറഞ്ഞ വെച്ചിട്ട് കുടിക്കാൻ വിചാരിച്ചെന്നാൽ പിന്നെ ആക്കം പോലെ നമുക്ക് ചായ കുടിക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ ചെടികളാണിത്. ഈ ചെടീൻ്റെ ഇടയിൽ ഇരുന്ന് 2 ബിസ്ക്കറ്റും ചായയിലും മുക്കി ഇങ്ങനെ തിന്നുമ്പോണ്ടല്ലോ നല്ലൊരു മനസ്സിന് സുഖമാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ തന്ന ബിസ്ക്കറ്റ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ.